അമ്പലത്തിൽ അഖണ്ഡനാമത്തിന് പോയിട്ട് വരാം. ഞാനും അമ്മയും ചേച്ചിയും കൂടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയണ്ടേ? അഖണ്ഡനാമജപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ കാണിച്ചു തരാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ഇത്രയൊരു അനുഭവം എനിക്ക് ഈ ഭക്തിയുടെ നിറവിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം കേട്ടോ. ഞാൻ ഒരുപാട് ഭജനകളും ഒക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ താലപ്പൊലിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഈ പന്തല്ലൂരമ്മയുടെ നടയിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയാട്ടോ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത്. ഇതൊരു വൈകുന്നേരം ആയതുകൊണ്ട് സന്ധ്യ ഇരുട്ടി, അതുകൊണ്ട് അത്രയൊരു ശരിയായിട്ട് വരുന്നില്ല. പിന്നെ ഈ വഴി കൂടി വേണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, വീഡിയോ ഒന്നും പിടിക്കാൻ അത്ര എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അത്രയും തിരക്കുണ്ട്. അമ്പലത്തിൽ നിന്ന് അഖണ്ഡനാമം ആയതുകൊണ്ട് ഒത്തിരി ഭക്തർ പോകുന്നുണ്ട്. പിന്നെ ഈ പാടത്തിൻ്റെ മനോഹാരിത ഭയങ്കര ഭംഗിയാട്ടോ. ഇതിൽ നെല്ലുകൾ വിളഞ്ഞു നിൽക്കുമ്പോഴും ഞാൻ ഇതിലെ തത്തകൾ പാറിക്കളിക്കുന്ന ഈ പാടത്തോടി ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പകൽ പന്തല്ലൂരമ്മേനെ കാണാൻ. അപ്പോൾ ഇത് മഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റിലാട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം പന്തല്ലൂരമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിപ്പുറം അമ്മയുടെ ചേട്ടത്തി അനിയത്തിയാന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൽ ഒന്ന് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് കേൾക്കാട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരേ രക്ഷ രക്ഷ മഹോബാഹു ശാസ്തേ തുഭ്യം നമോ നമ. ഈ 4 ലൈൻസ് ആട്ടോ ഈ അഖണ്ഡനാമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു താളത്തിനൊപ്പം ആട്ടോ അയ്യപ്പ ഭക്തന്മാർ ഈ ചൂട് വയ്ക്കുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരണ്ടേ. അപ്പോൾ വാ. അപ്പോൾ അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് ഇറങ്ങി നമുക്ക് ചെരുപ്പൊക്കെ ഒന്ന് അടിച്ചു വെച്ച് ആ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകും കേട്ടോ ഭക്തർ. പകലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ രാത്രി ആയതുകൊണ്ട് പിന്നെ ആരും അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. കുളത്തിലേക്കൊന്നും ആരും ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ ആ കുളമൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ കയറി ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് മെല്ലെ അമ്പലത്തിലൊക്കെ കയറി എല്ലാ പന്തല്ലൂരമ്മേനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുതിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ നല്ലോണം ആൾക്കാർ കൂടാൻ തുടങ്ങി. ും